ശിവാംഗി പാടിക്കേട്ടത് രസമുണ്ടായിരുന്നു. ആരാന്ന് പാടിയേ? ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യാവോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്കറിയോ? ഒറിജിനൽ സിംഗറെ സപ്പോർട്ട് ചെയ്യാമോ? അത് ഞാൻ ചോദിച്ചത് ഇടയ്ക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കില്ലേ എന്ന് നല്ല ഉദ്ദേശത്തിൽ ചോദിച്ചതാ. ദയവായി ട്രോളർ ഇത്. അയ്യോ ലക്കലക്കലക്ക് കേട്ടില്ലെങ്കിൽ ഒരു സുഖം വരില്ല. ആ പാട്ടിന്റെ ഒരു ഫിനിഷിങ് വേണമെങ്കിൽ നമുക്ക് അതുകൂടെ കേൾക്കണം തോന്നും. ഈ ശിഷ്യന്മാര് ഒരുപാട് പേര്, ശിഷ്യകൾ ഒരുപാട് പേരുണ്ടാവും. അപ്പോ ശ്വേത ഇപ്പോ ഈ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇളയരാജ സാറിന്റെയും മേറാമാന്റെ സാറിന്റെയൊക്കെ സ്ഥിരം ഗായികയായിട്ട് അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമില്ലേ? തീർച്ചയായിട്ടും. കുറേ പ്ലേബാക്ക് സിംഗേഴ്സ് ഉണ്ട് കേട്ടോ. ആന്ധ്രയിലുണ്ട് ഗോപിക പൂർണിമ എന്നുള്ളത്, പിന്നെ ശ്വേത, കുറേ കുട്ടികള്. എൻ്റെ ശ്രേയ ജയദീപ് കൊച്ചിലെ വന്നതാ പഠിക്കാനായിട്ട്. കുറെ പേര് അങ്ങനെ ഉണ്ട്. നമ്മുടെ രഞ്ജിത്ത് ഉണ്ണി, എൻ്റെ മെഡജിമിക്ക് കമ്മൽ പാടിയ, അങ്ങനെ കുറെ ഇവിടെ തമിഴ് ആൾക്കാർ. റിമി 4 വർഷമാണ് കൊറോണയ്ക്ക് തുടങ്ങിയത്. റിമി ടോമി അവള് കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സോ അതിൽ ശ്വേത എടുത്ത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ശ്വേത സാപ്പാസ തൊട്ട് എൻ്റെ സ്വന്തം കുട്ടിയെന്ന് പറയാം പഠിച്ചത് എൻ്റെ അടുത്തത്. അത് കഴിഞ്ഞൊരു 7 വർഷം കഴിഞ്ഞാണ് അവൾ പ്ലേബാക്ക് സിംഗറായിട്ട് പോയത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്ലേബാക്ക് സിംഗറായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അവൾ ഒറ്റ പോക്കായിരുന്നു. ഇതുവരെ പിടിച്ചാൽ കിട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയിലും സമയം കിട്ടി എപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പം ചിലപ്പോൾ ഞാൻ ഇപ്പോഴൊക്കെ ചിലപ്പോൾ ഷൂട്ടൊക്കെ ഉള്ള നേരം നമ്മൾ ചിലപ്പോൾ ബിസി ആണെങ്കിൽ, കൃഷ്ണനും ബിസി ഇല്ലാത്ത നേരത്തിൽ, കൃഷ്ണൻ വേറൊരു ബിസി, പക്ഷേ കൃഷ്ണനും എടുക്കാറുണ്ട്. അങ്ങനെ കാരണം എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞു. മനോധർമ്മം എല്ലാ കാര്യങ്ങളും ശ്വേതയ്ക്ക് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞു. പക്ഷെ അവൾക്ക് അത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തൊരു കച്ചേരി ചെയ്യാനായിട്ട് പറ്റണില്ല. കാരണം എല്ലാ വീക്കും ഒരു 2-3 ഗാനമേളകളും റെക്കോർഡിങ്സും ഉണ്ട്. അപ്പം ഞാനും പറഞ്ഞു, തമിഴിലൊരു ചൊല്ലുണ്ട്, കാറ്റുള്ളമ്പോഴല്ലേ തൂറ്റാൻ പറ്റുള്ളൂ എന്ന്. തൂറ്റാൻ എന്ന് പറഞ്ഞാൽ ചാറൽ, മഴയ്ക്ക് പറയണതാണ് എന്ന് പറയുമ്പം, നിനക്ക് അങ്ങനെ ഒരു ചാൻസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൽ സാരമില്ല, അതിൽ ബിസി ആയിക്കോളൂ, കുഴപ്പമില്ല. കർണാട്ടിക് പാടർ അങ്ങനെയൊന്നും ഞാൻ ആരെയും ഇത് ചെയ്യാറില്ല. എനിവേ അത് ഭയങ്കര ഒരു പ്രൗഡാണ് അവളെ. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ പൊസസീവ് ആണോ എന്ന് വരെ തോന്നും ശ്വേതയുടെ പേരിൽ. എനിക്ക് ശ്വേതയാണ് ഏറ്റവും കൂടുതൽ ഞാൻ വഴക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയും അതുകൊണ്ടാണ്. കാരണം അത്രയും കാലിബർ ഉണ്ടെന്നറിയാം. അതുപോലെ ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ BMK ഗ്ലോബൽ അക്കാഡമി അങ്ങനെ അതെ നടത്തുന്നുണ്ട്. ഞങ്ങൾ ബാലമുരളീകൃഷ്ണ ഗുരുജിയുടെ വളരെ പെറ്റായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ്. കൃഷ്ണനെ 7ാമത്തെ മോൻ എന്നാണ് പറഞ്ഞത്. ഗുരുജിക്ക് 6 കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പം ഓരോ കൺട്രീസിലും അവിടുത്തെ വൺ ഓഫ് ദി ടോപ്പ് കുട്ടികൾ പാടുന്നവർ നമ്മുടെ സ്റ്റുഡൻസാണ്. അത് വലിയൊരു അഭിമാനത്തിൻ്റെ ഇതാണ്. ഈ കുട്ടിയെ കൂടെ കുറച്ചുകൂടെ പഠിപ്പിച്ചെടുക്കണം. എന്താണെന്നറിയാം രമേശേ, ഇതിന്റെ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നതിന്റെ ഒരു ഇത് എന്താന്ന് വെച്ചാൽ, അതിൽ നമ്മൾക്ക് ക്രിയേറ്റിവിറ്റിയാണ് ഏറ്റവും വലുത്. അതിൽ ആ ക്രിയേറ്റിവിറ്റിയിലേക്ക് വരാനാണ്, അതായത് മനോധർമ്മ സംഗീതത്തിലേക്ക് വരാനാണ് നമ്മൾ ഈ വർണ്ണവും കീർത്തനവും ഇതെല്ലാം പഠിക്കണത്. ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, നിങ്ങൾ ഒരു വീടുണ്ടാക്കുകയാണ്, നിങ്ങളിപ്പോഴും പഠിച്ചുകൊണ്ടെങ്കിലാണ്. യു ആർ കളക്ടിങ് ദി മെറ്റീരിയൽസ്, അതായത് ഇഷ്ടിക, ഓട്, സിമൻറ്റ്, കമ്പി, വെള്ളം, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷമാണ് ഒരു ബിൽഡിംഗ്, ഒരു വീടായിട്ട് വരുന്നത്. അല്ലാണ്ട് ചുമ്മാ വീട് വരില്ലല്ലോ. അതേപോലെ ഈ വർണ്ണങ്ങൾ പഠിക്കുന്നതും സ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും കീർത്തനങ്ങൾ ഇതുപോലെ സംഗതികൾ ഒക്കെ ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടി? കുറേ രാഗങ്ങൾ പഠിച്ച് അങ്ങനെ വരുമ്പോഴേ നമുക്ക് മനോധർമ്മ സംഗീതം. മനോധർമ്മത്തെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ട്, അത് സാറും കൂടെ വന്നിട്ടാണ് നമ്മൾ എടുക്കുക. ഈ കുട്ടിയിലേക്ക് അതും വേണം, മനോധർമ്മം വരണം, അതൊക്കെ അതിനു വേണ്ടിയാണ് പറയണത്. കുട്ടിക്ക് മനോധർമ്മം വരാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ പഠിച്ചെടുക്കും എന്നുള്ള ചലഞ്ചാണ് ഇപ്പൊ പറഞ്ഞത്. അതവള് 5 വർഷമാ പറഞ്ഞോണ്ടിരിക്കുക. അതൊക്കെ അവള് അതായത് ഒരു രാഗത്തെ തിരിച്ചറിയണം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പം നമ്മൾ ഒരു രാഗം, ഇപ്പം ചക്രവാകം എടുത്തു, അതിലെ മധ്യമം മാറ്റിയാൽ എന്ത് രാഗം വരും? സരി ഗ പ ധ നി സ
സനിത പഗരി സ. ഇത് മലയമാരുതമാണ്. സരിഗമ പധനി സ സനിത പമാഗരി സ. അതാണ് ചക്രവാകം. മധ്യമം കട്ട് ചെയ്താൽ സരിഗ പധനി മലയമാരുതമായി. പുലർക്കാല സുന്ദര അതിൻ്റെയൊക്കെ രാഗം. എന്നാ ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ നിഷാദം കട്ട് ചെയ്ത ഏത് രാഗമായി? സരിഗ പധ സ സൗദൗ പഗരി സ. രസികരഞ്ജിനിയായി. സിന്ദൂരം പെയ്തിറങ്ങി. അതൊക്കെ രസികരഞ്ജിനി രാഗത്തിൻ്റെ ബേസാണ്. അപ്പം ഈ ഒരു രാഗത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ നോട്ട് മാറി മാറി വന്നു കഴിഞ്ഞാൽ ഇനി പാ മാറ്റിയാലോ? സരിഗ മധനി സ സനിത മഗരി സ. ഞാൻ പറഞ്ഞ ചക്രവാകത്തിൻ്റെ ആ പഞ്ചമ മാറ്റിയാൽ ഭുജങ്കിണി എന്നൊരു രാഗമായി. അപ്പം നോക്കൂ, ഒരു രാഗത്തിൽ നിന്ന് എത്ര രാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഈ അറിവ് വരണമെങ്കിൽ നമ്മൾ അതിനെ ചിട്ടയായിട്ട് തന്നെ പഠിക്കണം. ദിടീർന്ന് ഇപ്പം ഇങ്ങനെ ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് പറയാൻ പറ്റണമെങ്കിൽ ആ ഒരു പ്രാക്ടീസ് വേണം. കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ദൈവം തന്നിരിക്കുന്ന ലോകത്തിലെ ഇത്രയും ഒരു മനോഹരമായ ഒരു അറിവിൻ്റെ നിറകുടമാണ് കർണാടക സംഗീതം എന്ന് പറയുന്നത്. ഈ ചക്രവാകത്തിൻ്റെ ഹിന്ദിയിൽ നോർത്ത് ഇന്ത്യയിൽ അതിന് ഒരു ആഹിർ ഭൈരവ്. കാരണം പാടുന്നതിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ, ആരോഹണം സെയിം ആണ്. മനസ്സിലായോ? അപ്പം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ചുമ്മാ അങ്ങനെ അത് ആ പാട്ടിലെ ആ രാഗങ്ങളിലെയും കീർത്തനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും പരിപാടി ഉണ്ട്. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു, രജനീഷുമായിട്ടുള്ള ക്ലാസ് കഴിഞ്ഞു. അടുത്തത് ഇത് ഓക്കെ, ഇത് ബഹുമാനിക്കുന്നുണ്ട് ഞങ്ങൾ. പക്ഷെ ഇതിൽ ഒരു വേർഷനും കൂടെ ഉണ്ട്. ആ വേർഷൻ പറയട്ടെ. ഇനി ശിവാംഗിയുടെ അഭിപ്രായം പറയൂ ഇതിനകത്ത്. എവിടെയാ, എവിടെ പോയി? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കേട്ടോണ്ടിരിക്കായിരുന്നു. ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അഭിപ്രായം നല്ലത് തന്നെ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പിച്ച് ചെയ്തിട്ട് നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കുന്ന ഒരു സംഗതി പറയൂ. അല്ല, ഇതിപ്പോൾ നമ്മൾ കർണാടക സംഗീതം പഠിക്കുന്നില്ല എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് അഭ്യസിക്കുന്നില്ല. പഠിക്കുന്നുണ്ട്, കുട്ടി പഠിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പം എന്താ ശിവാംഗിയുടെ മനസ്സിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ലെസൺസ് ഒക്കെ ഓക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയുണ്ടല്ലോ, നമ്മൾ ചില വെസ്റ്റേൺ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വതന്ത്ര സംഗീതം പക്ഷേ എന്തുതാ നമ്മൾ ഒന്ന് വെസ്റ്റേൺ അതൊക്കെ പഠിച്ചാലും പ്രിവെയിൽ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ക്ലാസിക്കൽ മ്യൂസിക് ഡെഫിനറ്റ്ലി പ്രിവെയിൽ ആവും. എന്തിനാ നമ്മുടെ തലവർ വാഴക്കെ ഒരു വട്ടം അങ്ങനെയൊന്നും അറിയില്ലേ, ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ മേ ബി ആഫ്റ്റർ 5 to 10 years തിരിച്ച് ഇതില് വരും ഡെഫിനറ്റ്ലി. അപ്പൊ വരുമ്പോ നമുക്ക് അറിയാതിരിക്കണം. അതാണ് എന്റെ ഒപ്പീനിയൻ. അപ്പോഴത്തേക്ക് പഠിച്ചെടുക്കുമെന്നാണ് കുട്ടി പറയണേ. അതിലെനിക്ക് വിശ്വാസമുണ്ട്. അവള് നല്ല ഭയങ്കര ഗ്രാസ്പിംഗ് പവർ ഉള്ള ടച്ച് വുഡ് കുട്ടിയാണ്. കണ്ടോ യൂണിവേഴ്സ് അതാണ് കണ്ടു. ഇനി അതാ പറയുന്നേ. ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ദിടീർന്ന് ഫോണിൽ നിന്ന് ഒരു ടിങ് അങ്ങനെ മെസ്സേജ് തന്നാൽ അക്കോർഡിംഗ് ടു മീ ഓക്കെ യൂണിവേഴ്സ് ബദൽ പറഞ്ഞു. ഇല്ലെങ്കിൽ ഒരു 11122233 അങ്ങനെ ഒരു നമ്പർ കണ്ട. ഇപ്പൊ കണ്ടാ തമ്പുരുവേ അടിച്ചു. അതെന്റെ കൈ കൊണ്ടതാ. ആ കൈ അമ്മ വീട്ടിനെ തൊടാൻ പോയി. പക്ഷെ അവിടെ ഇത് ഇതിന്റെ കുട്ടിയാണെന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഇത് ഇച്ചിരി കൂടെ വളർന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അതുപോട്ടെ. ഈ ക്രഷിന്റെ കാര്യം തുറന്നു പറയുന്ന സമയത്ത് എങ്ങനെയാ അത് മാനേജ് ചെയ്തേ? എന്തായിരുന്നു മനസ്സിനകത്ത് പൊക്കോണ്ടിരുന്നത്? എനിക്ക് വലിയ സന്തോഷമായി പോയി. കാരണം എന്താന്ന് വെച്ചാ അതെ അമ്മ വിചാരിച്ചു അമ്മയെ പോലെ തന്നെ ഞാനും ഒരു പൊട്ടിയാന്ന്. അയ്യേ, അങ്ങനെയൊന്നും പറയില്ല ശിവാംഗി. അമ്മ ഞാൻ പൊട്ടിയൊന്നുമല്ല. അമ്മ പൊട്ടിയല്ല ആക്ച്വലി. അമ്മ വന്ന് ഇവളെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്താ എന്റെ എല്ലാം പോകും. അമ്മ പൊട്ടിയല്ല, അമ്മ ആണ് ഇരിക്കുന്നത് അറിവ് ജാസ്തി ഉള്ളത്. പക്ഷെ പൊതുവാഴ്ചയെ പറ്റി അറിയില്ല. ആക്ച്വലി എനിക്ക് പൊതുവാഴിക്കയെ കുറിച്ച് അറിയാവുന്ന, അതുകൊണ്ടാണ് ഞാൻ വാഴക്കയുടെ നിന്റെ കൃഷിയൊക്കെ ഞാൻ ഈസി ആയിട്ട് എടുക്കുന്നത്. അത് വിവരമുള്ളവർക്കേ പറ്റുള്ളൂ, പൊട്ടില്ല. അങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. അതിനപ്പുറത്ത് നിന്ന് ചിന്തിക്കുന്നതുകൊണ്ട് പിന്നെ അതിന്റെ അപ്പുറം ഏതെങ്കിലും ഒരു കൊച്ചു സ്വന്തം അമ്മയെ കുറിച്ച് ഇങ്ങനെ അല്ല, അതെങ്ങനെ ഡീൽ ചെയ്തേ? ഇപ്പൊ കുറച്ച് ദേഷ്യമൊക്കെ വരുമല്ലോ, അപ്പൊ എങ്ങനെയാണ് ശിവാംഗി എങ്ങനെ? ഞാൻ ദേഷ്യമേ പെട്ടിട്ടില്ല. ഞങ്ങൾ സമ്മതിക്കില്ല, നമ്മൾ സമ്മതിക്കില്ല, ഞങ്ങൾക്കറിയാം. അത് ഇതിന്റെ കൃഷിന്റെ പേരിലല്ല, നീ എന്റെ പേര് സോറി ചോദിച്ചോ? പിന്നെ
നിന്റെ പേര് തെറ്റില്ലായിരിക്കാം, പക്ഷെ നീ കത്തിയ കത്തൽ എന്ന് പറഞ്ഞാൽ എന്താ സൗണ്ട്, ഈ ഫ്ലാറ്റ് മുഴുവൻ കേട്ടു. ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ ഫ്ലാറ്റ് മുഴുവൻ കേൾപ്പിക്കുന്നേ എന്ന് പറഞ്ഞു. ഞാൻ ഒരു പോയിന്റ് പറയാൻ വരുമ്പോ അമ്മ വന്ന് കൊറേ പേഴ്സണൽ അറ്റാക്ക് ചെയ്യും അറിയാ എപ്പാന്നേ. എന്താന്നാ എന്തെങ്കിലും പറഞ്ഞ പിന്നെ നീ വലിയ ഇവളല്ലേ അങ്ങനെയെന്ന് പറയും അഗൈന്. എന്നിട്ട് ഞാൻ പറഞ്ഞ നിന്റെ ആ ക്രഷ് മാറിയില്ലേ, അവൻ രക്ഷപ്പെട്ടു എന്ന് പറയും. എന്താ ഈ ഒച്ച കേൾക്കുമ്പോ ഞാൻ പറഞ്ഞ ഓ രക്ഷപ്പെട്ടു അവൻ ഓടി എന്ന് പറഞ്ഞ് നിന്റെ ഈ ശബ്ദം കേട്ടിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അതൊക്കെ ഫീൽ ചെയ്തു. ഇങ്ങനെയുള്ള ആരെങ്കിലും ട്രിഗർ ചെയ്യോ? ഞാൻ പറയുന്ന പോയിന്റ് എല്ലാം റൈറ്റ് പോയിന്റ്സ്. ഞാൻ എനിക്കാകെ വേണ്ടി അവിടെ നിന്ന് ഞാൻ വാതാടിക്കൊണ്ടിരിക്കുമ്പോൾ വെറുതെ അല്ലേ അവൻ നിന്നെ ഇട്ടിട്ട് പോയെന്ന് അങ്ങനെ പറയാൻ പറ്റും. എന്റെ മുകളിൽ തെറ്റില്ല. അവനാണ് ഇട്ടിട്ട് പോയേ. എന്താ പറയണേ എന്റെ അമ്മയും ഇതൊക്കെ. എന്നിട്ട് ഏതോ അമ്മ വലിയ ഞാനിയോ യോഗി മരിയോ അവിടെ വന്ന് ഇരുന്നിട്ട് ഞാനെല്ലാം ദേഷ്യപ്പെടുമ്പോ ഇങ്ങനെയെല്ലാം ഞാൻ സംസാരിക്കാറില്ല അങ്ങനെയെന്ന് വന്ന് പറയും. പക്ഷെ അമ്മ ദേഷ്യപ്പെടുമ്പോ അമ്മാവും ഇതേപോലെ തന്നെയാ. അല്ല ആ സ്പേസിൽ അത് കൂളായിട്ട് കൈകാര്യം ചെയ്തു തോന്നിയതാ. പക്ഷെ തോന്നിയെങ്കിലും അത് കൂളായിട്ടല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം അയാളെ ട്രിഗർ ചെയ്യുന്ന പല പോയിന്റ്സും പറഞ്ഞു. അത്രയും ദേഷ്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. എനിക്കൊന്നും കിട്ടിയില്ല അതൊക്കെ ഇത് സമ്മതിച്ചു. ഇതൊക്കെ ഇത് ഞങ്ങൾ സമ്മതിച്ചു. ഇല്ലടാ ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കട്ടെ. അതും അപ്പായോട് വഴക്കോടണം. ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുക. അപ്പൊ നമ്മുടെ മണിമേഖല ഉണ്ടല്ലോ കുക്ക്, മണിമേഖല ഉടനെ അഴ ആരംഭിച്ചു, കരയാൻ തുടങ്ങി. മണിമേല അയ്യോ ശിവാങ്കി ഇങ്ങനെ കത്തുന്നല്ലോ എന്ന് പറഞ്ഞു. മണിയൊക്കെ എനിക്ക് സപ്പോർട്ട്. ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാം കറക്റ്റ് നമ്മ അങ്ങനെ പറഞ്ഞു. അമ്പടി അങ്ങനെ പറഞ്ഞോ അവളൊന്ന് വരട്ടെ. കൊട്ടേഷനുണ്ട്. അല്ല എന്നിട്ട് ഒടുവിൽ എങ്ങനെയാ ഇത് ഈ മനസ്സിനകത്ത് പരിഹരിക്കപ്പെട്ടെ? അയാളുമായിട്ട് അത് ഓക്കെ. ഞാൻ അതിനൊന്നും ഇങ്ങനെ സീരിയസ് കൊടുക്കാറില്ല. ഇങ്ങനെ ഇപ്പം ക്രഷ് അങ്ങനെ ഇങ്ങനെ ഇതൊന്നും. കാരണം ഒരു ലൈഫാണ് മാത്രം കണ്ടോ മാത്രമേ കണ്ടോളൂ. ആരെങ്കിലും പിന്നെ വേറെ മാതിരി നോക്കൂ. അല്ല കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തോ എന്ന് വിചാരിച്ചോ ചോദിച്ചോ? അങ്ങനെ എടുത്തില്ല. ഇവളല്ലേ ആള്. ഇത് പ്രശ്നമാണ്. ഇതാണ് ട്രിഗർ ചെയ്യുന്നത്. ഇതാണ് ഇത് പ്രശ്നമാണ്. അല്ല അത് ഇപ്പൊ കൂടെ പാട്ട് പഠിക്കാൻ ഇവളുടെ കൂട്ടുകാർ ആൺപിള്ളേരുന്നു. എനിക്ക് പെൺപിള്ളേരും കൂട്ടൻ. ഇനി ഒരു കാര്യം പറയാം. ഞാൻ ആൺപിള്ളേര് സൗഹൃദം വെക്കുന്നതിൽ ഞാൻ ആക്ച്വലി സപ്പോർട്ടാണ്. കാരണം എന്താ പറയാമോ, നമ്മുടെ ഏതെങ്കിലും പെൺപിള്ളേരാണ്, അത് പ്രശ്നമല്ലേ. അതിനൊന്നും ഇങ്ങനെ അമ്മ പറയുന്നില്ല കുത്തി കാണിക്കുന്ന മതി. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഇപ്പം എനിക്ക് വളരെ കുറവാണ്. അധികം ആരും എന്നെ ഇങ്ങനെ വിളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്താണെന്ന് ഞാനും ആലോചിക്കാറുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാനും അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോവാറില്ല. പക്ഷേ ആൺപിള്ളേർ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പ് അവർ ആ ഒരു ഇതൊന്നും കാണാറില്ല. അവർക്ക് ഒരു സ്നേഹം കാണാറില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈഗോ ഇല്ല. അതുകൊണ്ട് തന്നെ ശിവാങ്കി അങ്ങനെ എനിക്കത് ഞാൻ ഇവിടെ എല്ലാവരെയും വിളിച്ച് ഞാൻ ഭയങ്കര കൂട്ടാണ് ഇവരുടെ ഫ്രണ്ട്സുമായിട്ട്. ഇവിടെ ഇവരെല്ലാവരും ഭയങ്കര കൂട്ടാണ് അവരെല്ലാവരുമായിട്ട്. ഞാനും പെൺപിള്ളേരുമായിട്ട് നമുക്ക് കുറേ ഒരു 6-7 അംഗ സംഘം പെൺപിള്ളേരും ഉണ്ട്. അവരും ഇവിടെ ഒന്നും എല്ലാം ഞാൻ ഭയങ്കര കൂട്ടാണ് അവരോട്. ചോദിച്ചു നോക്കോളൂ. ഞാനും അതിലൊരാളായിട്ട് മാറും. പക്ഷെ ചെന്നൈ നഗരത്തിൽ കുറച്ച് നമ്മളൊരു മലയാളി മനസ്സുണ്ടാവും. അപ്പൊ ശിവാങ്കി പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ശിവാങ്കി ഇവിടെ നന്നായിട്ട് പരിചയമുള്ള ഒരാളും കൂടെയാണ്. പക്ഷെ അങ്ങനെ ഒരു അമ്മ മനസ്സ് ഒക്കെ അങ്ങനെ കാത്തിരിക്കുവോ? എന്താണ് അവസ്ഥ? അത് ഇറിറ്റേറ്റ് ചെയ്യോ ശിവാങ്കി? അല്ല ഇത് ശിവാങ്കി ഫ്രണ്ട്സിന്റെ കൂടെ അത് പെൺപിള്ളേരുടെ കൂടെയാണ്. കുറെ ഒരു 6-7 പേരുണ്ട്. അവരെന്നെ വിളിക്കും. അവരെല്ലാരും വിളിച്ചിട്ട് അതിന്റെ കൂടെ ആൺപിള്ളേരുണ്ടെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ തമിഴ് കുട്ടികൾ ആൺപിള്ളേരാണേലും എല്ലാവരും ഇവിടെ കുറച്ചുകൂടെ മര്യാദ കൂടുതലുണ്ട്. ഞാനത് എനിക്കങ്ങനെ തോന്നാറുണ്ട്. ആ സമയത്ത് വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യോ? ഇല്ല. വിളിക്കോ? ഫോൺ ചെയ്യോ? വിട്ടേക്കും. ഇപ്പൊ ഡ്രൈവർ ആണെങ്കിലും അറിയാം, സേഫ് ആയിട്ട് കൊണ്ടുപോയി തരും. 11:30 മേലെ അങ്ങനെ ലേറ്റ് ആവാറില്ല. ഞാൻ 10 മണിക്ക് ഇന്നലെ കൂടെ ഞാൻ 10 മണിക്ക് അതിന് മുമ്പ് മിനിങ്ങാന്ന് 11:30. ഇന്നലെ 10 മണി കഴിഞ്ഞു. ഞങ്ങൾ വന്നപ്പോ 10 മണിയായിരുന്നു. അപ്പൊ ശിവാങ്കി എത്തിയിട്ടില്ല. പിന്നെ സിനിമ കാണാൻ പോകും ഫ്രണ്ട്സുമായിട്ട്. അതൊക്കെ ഞാൻ വിടും. പിന്നെ എന്റെ മോനോടെ 10 മണി ഇത് പറയുമ്പോഴത്തേക്ക് വിചാരിക്കും 10 മണിയായാലും 12 മണിയായാലും ഒക്കെ സെയിം ആണ്. അത് ടൈം മാത്രമാണ്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇവിടെ പിന്നെ പൊതുവെ സ്ത്രീകളെ എല്ലാവരും അമ്മ. ഇപ്പൊ വഴി കൂടി ഇപ്പൊ ഒരു ട്രാഫിക് ഒരു പോലീസുകാരാണല്ലോ അമ്മ അങ്ങനെ വിളിച്ച ഇവിടെ പൊതുവെ സ്ത്രീകളെന്ന് പറഞ്ഞ ഒരു അമ്മ ഇതായിട്ട് അങ്ങനെയാണ്. അവർ കൊച്ചു കുട്ടികളെ തൊട്ട് വലിയ ആൾക്കാരെ വരെ അമ്മ എന്ന് വിളിക്കണം. ചെറിയ കുട്ടികൾ പറയുമ്പം അമ്മ അങ്ങനെയാണ് സംസാരിക്കുന്നത്. പൊതുവെ കുറച്ച്
ബഹുമാനം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാനൊക്കെ പണ്ട് സ്റ്റുഡിയോയിലൊക്കെ പാടാനൊക്കെ പോകുമ്പോഴത്തേക്കും മ്യൂസിക് ഡയറക്ടർ എല്ലാവരും വണക്കം അമ്മ വാങ്ങോ വാങ്ങോ. ഒരു ആൾ ചിലപ്പോൾ വലിയ മ്യൂസിക് ഡയറക്ടറായിരിക്കും, അവരൊക്കെ വന്ന് ഞാനല്ലെങ്കിൽ വൃന്ദന് എന്നെ ഇത്രയും ഒരു ബഹുമാനിക്കണേ ആ ഒരു ഇത്. പ്രത്യേകിച്ച് ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ, അതിൻ്റെ ഒരു ബഹുമാനം എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം എന്നെ ചോദിച്ചാൽ ഈ ഫീൽഡ് വളരെ നല്ലതാണെന്ന് ഞാൻ പറയും, അതെൻ്റെ അനുഭവം. നല്ല എല്ലാവരും ബഹുമാനിക്കുന്ന നല്ല ഒരു ഫീൽഡ് അങ്ങനെ തോന്നും. ശിവാംഗി ശ്രദ്ധിക്കാറുണ്ടോ എന്നറിഞ്ഞൂടാ, മലയാള സിനിമയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കുറേ സംഗതികൾ നടക്കുന്നുണ്ട്. അതിന്റെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എന്താ തോന്നിയത്? നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു വരണമെന്ന് ആണ് എനിക്ക് തോന്നിയത്. ഓൾസോ நிறைய பேர் இப்போ இവിടെയല്ല മലയാളികൾക്ക് മലയാളി ഇൻഡസ്ട്രിയിൽ അതാ அப்படிலாம் നടക്കുന്നത് അങ്ങനെയൊക്കെ. പക്ഷെ എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ നടക്കുന്നുണ്ട്. സോ എന്നെ പൊறுத்த വரைக்கும் മലയാളീസ് വെരി ബോൾഡ് മൂവ്, അമേസിങ് മൂവ്. ഇപ്പൊ എല്ലാവരും ധൈര്യമാ വന്ന് പറയാം. അതിനൊന്നും ഫാൾസ് കേസസും നിറയെ വരുന്നുണ്ട്. സോ അതുമേ വന്ന് കണ്ടുപിടിച്ച് പ്രോപ്പറായ ഒരു തീരുമാനം കൊടുക്കണം ബോത്ത് സൈഡ്സ്. ഏത് ട്രൂത്തോ അതിന് നല്ല തീരുമാനം കൊടുക്കണം. സോ അത് നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ പരവായില്ലപ്പാ, ഫസ്റ്റ് കേരള ഇൻഡസ്ട്രിയാണ് എല്ലാം നിറയെ ഫസ്റ്റ് അവരാ ചെയ്യുന്നത് ആക്ച്വലി. സോ ഈ ഹേമ കമ്മിറ്റി ആയിരിക്കട്ടും കമ്മിങ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് അതുമായിരിക്കട്ടെ എല്ലാമേ ഫസ്റ്റ് അവിടുന്ന് തുടങ്ങിയത്. സോ തുടങ്ങുമ്പോ നോക്കുമ്പോ വാവ് നൈസ്, ഇവിടെയും അങ്ങനെ വന്നാൽ നന്നായിരിക്കും അങ്ങനെ തോന്നുന്നു. എനിക്ക് തോന്നാറുണ്ട്. അതായിട്ട് ഇങ്ങനെയൊരു സംഭവം വന്നാൽ ആർക്കാണോ ഇപ്പോൾ ഒരു സ്ത്രീക്കാണ് അങ്ങനെ ഒരു കഷ്ടം വന്നെങ്കിൽ അവർ ഒരു വലിയ പാട്ടാക്കാതെ അവർ നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുക. ഇനിയുള്ള ഇതാണേലും ആരുടെ കയ്യിൽ നിന്നാണോ വരുന്നത് അവർ വീട്ടിൽ ചെന്ന് അവരുടെ അച്ഛനോ അമ്മയോടും വൈഫിനോടും ഇങ്ങനെ നിങ്ങളുടെ ഒരു പെരുമാറി കൂടെ നമുക്ക് തുണയ്ക്ക് 2-3 വരെ വിളിച്ചുകൊണ്ട് പോവുക. കാരണം എല്ലാ മനുഷ്യരും എപ്പോഴും മോശമല്ല. അവരെ നന്നാവാനുള്ള ഒരു സന്ദർഭം ഒരാൾ കൊടുക്കുവാണെങ്കിൽ അതും നല്ലതാണ്. വലിയൊരു ന്യൂസ് ആയി കഴിഞ്ഞാൽ ഒരാളുടെ ചിലപ്പോൾ മനുഷ്യരല്ലേ, തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. നീ ചെയ്തത് തെറ്റാണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിനക്കും ഇങ്ങനെ ഇതുണ്ട്, അങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്ന ഇനിയെങ്കിലും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. ഒരു കേസ് ഒരു ഇത് പിന്നെ മാധ്യമങ്ങൾ ഒരുപാട് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതത്രയും ഇല്ല, മലന്ന് കിടന്ന് തുപ്പല്ലേ, ലോകം മുഴുവൻ അറിഞ്ഞു. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്കല്ലേ അതിന്റെ ഒരു മോശം? അതും ഇല്ലേ? മോശമല്ല, മോശം ഡെഫിനറ്റ് എന്നെ പുറത്തിരിക്കുക ഡെഫിനറ്റ്ലി മോശമല്ല. അവർ ഇപ്പൊ ചെയ്തത് സൂപ്പർ വിഷയം. ഇല്ല, അതിന്റെ കൂടെ കുറെ പേര് കള്ളമായിട്ട് വരുന്നത്. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്, അത് വേറെ ചർച്ചയല്ലേ. സ്ത്രീകള് ഇതിനെ ചൂഷണം ചെയ്യാൻ പാടില്ല. അതായത് സ്ത്രീകളും അഡ്വാൻറ്റേജ് എടുക്കാൻ പാടില്ല, കൂട്ടി പറയാൻ പാടില്ല. അവരെ അത് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഒരു കേസ് ഇപ്പൊ അറിയാം ഫേക്ക് ആയിരുന്നു എന്ന്. അതൊക്കെ അവരുടെ വീട്ടില് അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അതും കൂടെ ആലോചിക്കണം. അതല്ലാതെ ഇത് നമുക്ക് പറ്റില്ലെങ്കിൽ നേരെ അത് പറഞ്ഞു പോടാ എന്ന് പറഞ്ഞ ആ ഒരു ഇത്. പക്ഷെ പിന്നീട് അവരെ അതിന്റെ പ്രതികാരം തീർക്കാൻ വരരുത്. അവിടെയാണല്ലോ പ്രശ്നം. എന്താണല്ലേ ഇതൊക്കെ. കല എന്ന് പറയുന്നത് ദൈവീകമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നില്ല. എല്ലാവരും എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ നമുക്ക് അനുഭവിച്ചുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ 20 വർഷമായിട്ട് ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ, ഒരു 70-75 ഫിലിമിലേ ഞാൻ പാടിയിട്ടുള്ളെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീത ഫീൽഡ് വളരെ നല്ലതാണ്. എൻ്റെ അനുഭവം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം മലയാളം ഇൻഡസ്ട്രി ഇപ്പൊ ചെയ്യുന്നത് സൂപ്പർ മാറ്റം. അല്ല, അതിന് അങ്ങനെ പറഞ്ഞല്ല ഞാൻ പറയണത്, നമ്മുടെ അനുഭവത്തെ പറഞ്ഞു. നിനക്ക് നല്ല അനുഭവം അല്ലേ? ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, 4-5 ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും വാങ്കോ അല്ല, അവരത് വേറെ. ഞാൻ ശിവകാർത്തികേയൻ ഫുള്ള് ഞാനാണ് പോയത്. നീ പറയോ ഞാൻ പറയാ? ഞാൻ പോയ എൻവിറോൺമെന്റ് എല്ലാമേ വന്ന് ഒരുമാതിരി ഭയങ്കര വെൽക്കമിങ് ആയിട്ടാണ് ഇവിടെ. അതായത് ഒരു കാര്യം പറയണം, ശിവകാർത്തികേയൻ്റെ ഡോണിൽ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ചിലപ്പം എന്നിട്ട് കാരവണിൽ ഞാൻ ചിലപ്പോൾ കിടന്നുറങ്ങും. കാരണം എല്ലാം കുറെ അണ്ണന്മാർ ഇവിടെ അന്ന് അണ്ണേ ഏതണ്ണൻ കുറെ അണ്ണന്മാരുണ്ട്. ഇവിടെ തമിഴ്നാട്ടിലെല്ലാവരും പാപ്പ, പിന്നെ ചെല്ലം, തങ്കം, ശിവാംഗി തങ്കം, ഇങ്ങനെയാണ് കുറേ ചേട്ടന്മാർ സെറ്റ് ഉണ്ട് കേട്ടോ. പയ്യന്മാരെ ആണുങ്ങളെല്ലാം അവളെ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവള് നടുക്ക് കാണും. ശിവകാർത്തികേയൻ തൊട്ട് എല്ലാവരും ഫ്രീ ടൈമിലല്ല, ഇവളുടെ മോണോ ആക്ട് മിമിക്രിയും തമാശയൊക്കെയാണ്. അവരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കും. ഇല്ല, സോ എന്താന്നാ ഈ ശിവാനോടെ പ്രൊഡക്ഷനിലാ ഫസ്റ്റ് ചെയ്തേ, SK പ്രൊഡക്ഷൻസ്. എല്ലാവർക്കും ഒരു പേടി, അയ്യോ സിനിമ ഇൻഡസ്ട്രി അങ്ങനെയെന്ന്. പക്ഷേ ശിവാനോടെ പ്രൊഡക്ഷൻ അറിഞ്ഞ ഇപ്പൊ കൂടെ റീസെന്റ് അവരെല്ലാം കണ്ടപ്പോ എന്താന്നോ
എല്ലാ ആർട്ടിസ്റ്റിനെയും അത്ര ഭയങ്കരമായിട്ടാണ് ഗവനിച്ചത്, നോക്കിയത്. ഇപ്പൊ ഞങ്ങൾക്ക് ഏതാ ഒന്ന് വേണം അങ്ങനെ ദൂരെ പോയി എല്ലാം വാങ്ങിട്ട് വരും. വാങ്ങിട്ട് വന്നിട്ട് ഇന്നപ്പാ തങ്ങച്ചി ഓക്കെ വാ ഓക്കെ വാ ഓക്കെ വാ, എന്നെ മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുമേ. സോ അതെല്ലാം വന്ന് ഞാൻ അങ്ങനെയാ വന്ന് ഇതായത്. എനിക്ക് ഇത് അറ്റ് ദ സെയിം ടൈം എന്നെ പോലെ എല്ലാവർക്കും അനുഭവിക്കണമെന്ന് അറിയില്ല, ആവശ്യമില്ല. സോ അവരെ മാതിരി ആൾക്കാർക്ക് ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഗുഡ് ഐ ഓപ്പണിംഗ്. ഇതും കൂടെ പറയണം. ഒരു ദിവസം ഞാൻ ഷൂട്ടിങ് ഇവരുടെ ഞാൻ കാരവണിലും ചെന്ന് മയങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവളുടെ അവിടെ സംസാരം കേൾക്കാം, കീ 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 എന്ന് കേൾക്കാം. ഇവരെല്ലാം ചിരിക്കുക, വട്ടത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ബാക്കി ആർട്ടിസ്റ്റുകളും ശിവകാർത്തികൻ, ഹീറോയിൻ്റെ പേര് പ്രിയങ്ക, എല്ലാവരും ഇരിക്കുക. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് ഉടനെ ശിവകാർത്തികൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് വാങ്ങുമാമെന്ന്. അപ്പം ഞാൻ ഇത്രയും നേരം കിടക്കുകയും ചെയ്തിട്ട് ഞാൻ നിന്നു. എനിക്ക് ചെയർ ഇട്ടതെങ്കിലും ഞാൻ നിന്നുകൊണ്ട് ഇങ്ങനെ വർത്താനം പറയാം. ശിവകാർത്തികേയൻ നിന്നുകൊണ്ട് എന്നെ ഇരിക്കുക അടുത്ത്. നീങ്ക ഉക്കാരുങ്കോ ഇല്ല നീങ്ക ഉക്കാരുങ്കോ ഇല്ലില്ല ഞാൻ ഇവളോ നേരം ഉക്കാണ്ടതിനാലതാ ഞാൻ നിന്നിട്ടിരിക്കുക, നീങ്ക ഉക്കാരുങ്കോ. ഞാൻ ഇരിക്കാതെ ആ പുള്ളി ഇരുന്നില്ല. അതായത് ഇവളൊരു അഭിനയിക്കാൻ വന്നൊരു കുട്ടിയുടെ അമ്മയായിട്ട് കരുതിയാൽ മതി. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും നേരം അദ്ദേഹം നിന്നുകൊണ്ട് തന്നെ ഇരുന്നു. കുറേ കഴിഞ്ഞാണ് ഞാൻ ഈ സത്യം മനസ്സിലാക്കിയത്. ഇത് പിന്നെ ഞാൻ അങ്ങ് ഇരുന്നു. അപ്പം അദ്ദേഹം ഇരുന്നു. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളോടൊക്കെ ഞാൻ ഇരുന്നോളാൻ പറഞ്ഞു, അവരൊക്കെ ഇരുന്നു. അദ്ദേഹം നിന്നുകൊണ്ട് എന്തിനാ അങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു ചില കാര്യങ്ങളിലൊക്കെ പരസ്പര ബഹുമാനത്തോടു കൂടി പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇതിപ്പോ അങ്ങനെ അല്ലാത്ത ഒരു സമൂഹത്തിൽ നമുക്ക് ഇതൊക്കെ വേണ്ടി വന്നു. അത് സ്കിപ്പ് ചെയ്താല് ഈ ഇടയ്ക്ക് അമ്മയെ പോലെ ആകാൻ വേണ്ടിയിട്ട് കമ്മലൊക്കെ ഇട്ട് പഴയ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് പിങ്ക് ഷോളൊക്കെ ഇട്ടിട്ട് അത് റീക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇന്ന് കണ്ടപ്പോഴത്തേക്ക് പതിവില്ലാതെ കമ്മലൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായിട്ടിരിക്കുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ അമ്മയെ പോലെ ആയി മാറുമല്ലേ വലിയ കമ്മലൊക്കെ ഇട്ടിട്ട്? ഇല്ലല്ല, ആക്ച്വലി ഞാൻ ഒരു മിനിമലിസ്റ്റ് ഡെഫിനറ്റ്ലി. സോ അങ്ങനെ ഇരിക്കുമ്പോ അത് ഇപ്പൊ ഓൾസോ ഇത് ഓണം കണ്ട ഈ ചുരിദാറിൽ ഇരിക്കുന്ന ടൈപ്പ് അല്ല. ഇന്നലെ ഈ ഇന്റർവ്യൂക്ക് വേണ്ടി വാടക എടുത്തത് ഈ ചുരിദാറ്. ഒരു മിനിറ്റ്, ഇതാ ഞാൻ ഇവളും തമ്മിലുള്ള വ്യത്യാസം. ഇല്ല ഒരു മിനിറ്റ്, അല്ല ഞാനും സ്ട്രെയിറ്റ് ഒക്കെ തന്നെ. പക്ഷെ വാടക എന്ന് പറയുമ്പോ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവത്തില്ല. എക്സ്പ്ലെയിൻ. ശരി, ഇപ്പൊ നമ്മളമാരി ആൾക്കാര് വന്ന് ഇപ്പൊ ഈ ഡ്രസ്സ് ഇനി ഞാൻ എവിടെ ഇടാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി രജനീസ് ചേട്ടാ വന്ന് ഫുള്ള് വീഡിയോ ഇടും. അപ്പൊ ഇതിന്റെ ഒരു വട്ടിയിട്ട് എന്താ ഡെഫിനറ്റ് സസ്റ്റൈനബിലിറ്റിയും കരുതി ഇന്നൊരു ഫാക്ടർ അതൊരു ഇത് ഓക്കെ. അപ്പോ നമ്മളമാരി ആളുകളില്ല ഈ ഡ്രസ്സ് വാങ്ങിയിട്ട് ആര് കൊടുക്കുന്നോ അവരെ വന്ന് കൊളാബറേഷൻ ഇട്ടിട്ട് തിരിച്ച് ഈ ഡ്രസ്സ് കൊടുക്കും. അപ്പൊ ഇഷ്ടത്തിന് ഞാൻ ഡിഫറെന്റ് അപ്പൊ ഇത് അഗൈൻ ദിസ് ഇസ് ഓൾസോ അനദർ ഫോം ഓഫ് സസ്റ്റൈനബിലിറ്റി. അപ്പൊ ഒന്ന് അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ ഞാൻ എന്തിനാ വന്ന് കുറെ ഡ്രസ്സ് വാങ്ങിച്ചു കൂട്ടി ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ ഞാൻ. എനിക്ക് പല ആൾക്കാരെ എന്നോട് സ്പോൺസർ ചെയ്യാം, ജ്വല്ലറ്റ്സ് ഇതെല്ലാം ഞാൻ ആരെ അനുവദിക്കില്ല. എൻ്റെ സ്വന്തം ഡ്രസ്സുകളെല്ലാം പട്ടുസാരി. ആക്ച്വലി പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് പട്ടുസാരി. കാരണം ഇപ്പം എല്ലാം സ്വർണ്ണമുണ്ട് പട്ടുസാരിയിൽ. 2 ഗ്രാം 3 ഗ്രാം 4 ഗ്രാം 5 ഗ്രാമൊക്കെയുള്ള പട്ടുസാരി ഉണ്ട് എനിക്ക്. ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷെ ഞാനത് ഓണായിട്ട് എൻ്റെ അതാകുമ്പോൾ എനിക്കത് സ്വന്തം എൻ്റെ സ്വന്തം എല്ലാം ഞാൻ ഇടുന്നത്. അതുപോലെ കമ്മലും മാലൊന്നും വയ്ക്കാൻ ഇവിടെ ഇടവില്ല. പുതിയ വീട്ടിൽ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ അറകൾ ഇങ്ങനെ. പക്ഷേ അത് എത്ര വാങ്ങിയേക്കും? പക്ഷെ ഇവക്ക് അതെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇത് ആർട്ടിഫിഷ്യൽ ജെൽസിന്റെ കാര്യാട്ടോ. അതൊക്കെ എന്റെ അമ്മയുടെ. എന്നിട്ട് എന്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കും. അല്ല അത് ശരിക്കും ഈ കമ്മല് ശരിക്കും ഇന്ന് ഒഴിവാക്കുമായിരുന്നു അല്ലേ? ഓണം ആയതുകൊണ്ടാണ് നമ്മൾ ഇല്ലെങ്കിൽ ഇത്രയും ഹെവി ആവുമ്പോ കമ്മൽ അതാണ്. പക്ഷെ ഈ അമ്മ ഒന്ന് ഇതില്ല, എന്താ പറയണ്ടേ, അനുവദിക്കൂല. എന്തിനാ അമ്മയ്ക്ക് മാലയും കമ്മലും ഇടണം, വള എല്ലാം ഇടണം. അപ്പോഴാണ് അമ്മന് ഇഷ്ടമുള്ളൂ. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഇവന്റ് കമ്മൽ മാത്രം ഇട്ടിട്ട് മാല ഇട്ടില്ലെങ്കിൽ അയ്യേ അങ്ങനെ അപശകുടുമ്പോ പറയും എല്ലാത്തിനുമേ. സോ അതുകൊണ്ട് വന്ന് ഈ മാല മാത്രം എടുക്കുമ്പോഴേട്ട് അയ്യേ അങ്ങനെയെന്ന് പറയും. നീയൊക്കെ എന്റെ മകളാണോടി അങ്ങനെ ചെയ്യും. ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? തെറ്റല്ലേ അത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഈ നാട്ടുകാർ വിചാരിക്കും ഞാൻ ഇവിടെ കൊടുമപ്പെടുത്തുക. ഇവളുടെ കൂടെ കൂടി എനിക്കെന്താ ഇവിടെ, അതായത് കഷ്ടപ്പെടുത്താണ്. അതായത് ഒരിടത്ത് എന്റെ അമ്മ അങ്ങനെയായിരുന്നു. പിള്ളേര് നല്ല ഇതിനേക്കാളും മോശമായിരുന്നു എന്റെ അമ്മൂമ്മ. അമ്മൂമ്മ അല്ലേ
ഒരു കമ്മലിട്ടില്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഡ്രാമ പ്ലേ ചെയ്യും. ഒരു കമ്മലിട്ടില്ലെങ്കിൽ കമ്മല്ല എനിക്ക് വേണ്ട അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു. നീ ഒക്കെ പുഴുവായി നിന്നപ്പോ ഞാൻ എന്തൊക്കെ ചെയ്തു അത് ഇവള് 8 മാസത്തിന് മുമ്പേ പറഞ്ഞ 7 മാസത്തിൽ പറഞ്ഞ നീ ഒക്കെ പുഴുവായിരുന്നപ്പോ നീ എന്താ പാല് കുടിച്ച എന്റെ മുഖത്ത് തുപ്പി അങ്ങനെയൊക്കെ പറയും. ഒരു വയസ്സിൽ ചെയ്തത് എനിക്കേ അറിയില്ല. അതല്ല വന്ന് ഇപ്പൊ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു എന്ത് ചെയ്യാൻ രണ്ടുപേരും ഒരേ ബ്ലഡ് വേറെ. ഇപ്പൊ വര വര അമ്മ വന്ന് പറയുന്നതല്ല, അങ്ങനെ എനിക്ക് അമ്മൂമ്മ പറയുന്ന മര്യാദയുണ്ട്. ഇത് എന്റെ കസിൻസ് ഉണ്ടല്ലേ, എന്റെ കസിൻസ് മൂച്ചി കൂടെ അമ്മൂമ്മ മര്യാദയായിട്ട് വരുന്നു. അപ്പൊ വന്ന് എന്റെ കസിൻസില് അയ്യോ ഇത് തനി അമ്മൂമ്മ അങ്ങനെയെന്ന് ഫീൽ ആവുന്നു വര വര ഇപ്പൊ. പിന്നെ എനിക്ക് എന്റെ അമ്മയുടെ ചായ അല്ലാതെ അടുത്ത വീട്ടിലെ പാർക്കുട്ടി ചേച്ചിയുടെ ചായ എന്തുവാടി. അവള് പറഞ്ഞെന്താന്ന് വെച്ചാ അമ്മമ്മയെ പോലെ ആയി വരുന്നു സ്വഭാവത്തില്. അത് കുറച്ച് അതെ അതെ അതെ.